വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എല്ലാവരും എൻ്റെ ബർത്ത്ഡേ വീഡിയോ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച എനിക്കുണ്ടായ സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. രാവിലെ പള്ളിയിൽ പോയി, ഞാനും എൻ്റെ അച്ചായനും കൂടെ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് പിന്നീട് ഷോപ്പിലോട്ട് വന്നു. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകണം. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. ഞാനും എൻ്റെ അച്ചായനും നന്നായി കഷ്ടപ്പെട്ടപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് ദൈവം തന്ന സമ്മാനമായിട്ടാണ് ഞാനിതെല്ലാം കാണുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതൊന്നും അത്ര പ്രതീക്ഷിച്ചതല്ല. എൻ്റെ അച്ചായനെ എനിക്ക് ദൈവം തന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഗിഫ്റ്റ് തരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഷോപ്പിലെത്തിയപ്പോൾ ഞാൻ പോലും അറിഞ്ഞില്ല. ഷോപ്പിലെ സ്റ്റാഫും തൊട്ടടുത്ത കടക്കാരും എൻ്റെ ഫ്രണ്ട്സും അടിപൊളി കേക്കാണ് അവർ വാങ്ങിയത്. അതോ ആ കേക്കിൻ്റെ ടേസ്റ്റ് ഒരപാരം തന്നെ. നല്ല കേക്കായിരുന്നു. ഞാനാണെങ്കിൽ കേക്ക് കുറച്ചധികം കഴിക്കുകയും ചെയ്തു. കേക്ക് അധികം കഴിക്കുന്ന വ്യക്തിയല്ല ഞാൻ. മധുരങ്ങളെല്ലാം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഇന്നലെ എന്താണെന്നറിയത്തില്ല, ഒരുപാട് കേക്ക് കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് ഒരു അപാരമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും കേക്ക് ഞാൻ കഴിച്ചത്. ഇതെൻ്റെ മോളാണ്. മോളിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളും കൂടെ വന്നിട്ട് കേക്ക് മുറിക്കാം എന്ന് വിചാരിച്ച് 1:30 കഴിഞ്ഞു കേക്ക് മുറിക്കുമ്പോഴൊക്കെ. എൻ്റെ ഇളയ മോള്, അവളിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. വേറെ 2 മക്കളും കൂടെ ഉണ്ട്. 3 പെൺമക്കളാണ് ഞങ്ങൾക്ക്. അവർ UK-ലും അയർലൻഡിലുമാണ്. ഇതെൻ്റെ സ്റ്റാഫ് ഷീന. എല്ലാവരുടെയും ഞാൻ കേക്ക് വാങ്ങിക്കഴിച്ചു. എല്ലാവരും കൂടെ കൂടിയിട്ട് അടിപൊളി കേക്കാണ് തന്നത്. ഇതെല്ലാം തൊട്ടടുത്ത കച്ചവടക്കാരാണ്. ഞങ്ങളുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ളവരാണ്. എൻ്റെ അച്ചായൻ എനിക്ക് തന്ന ഗിഫ്റ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ മോതിരം. ഭയങ്കര ഹാപ്പിയായി. തീരെ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി നല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ചു. അതിൻ്റെ കൂടെ ഐസ്ക്രീമും വാങ്ങിക്കഴിച്ചു. ഇവിടെയുള്ളവർക്കൊക്കെ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. ഞങ്ങളുടെ ചെറിയ വണ്ടിയിൽ അത്ര ആളല്ലേ കൊള്ളുള്ളൂ. വണ്ടിയിൽ നമ്മൾ 4-2-6 പേര്. ബാമ്പു ബ്രഷ് തളിപ്പറമ്പിൽ ഒരു നല്ല നമുക്ക്